നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലം ശാസ്താംകോട്ടയിൽ പെയിന്റിംഗ് തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷം മരണത്തിൽ കലാശിച്ചു. ഈ സംഘർഷത്തിനിടെ തലയ്ക്കടിയേറ്റ ഒരാൾ മരിച്ചിരിക്കുന്നു. ആലപ്പുഴ കോട്ടപ്പുറം സ്വദേശി വിനോദാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. കൊല്ലം അയ്യത്തിൽ സ്വദേശി രാജുവിനെ പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. ശാസ്താംകോട്ടയിൽ ക്ഷേത്ര സദ്യാലയത്തിലെ പെയിന്റിംഗ് ജോലിക്കായി എത്തിയ വിനോദും രാജുവും തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു. താമസ സ്ഥലത്ത് വെച്ചായിരുന്നു ഇവർക്കിടയിൽ തർക്കമുണ്ടായത്. തുടർന്ന് മദ്യലഹരിയിലായിരുന്ന ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടായി. അത് ഒരു സംഘർഷത്തിലേക്ക് നയിക്കുകയും അത് ഇത്തരത്തിലൊരു മരണത്തിൽ കലാശിക്കുകയും ചെയ്തിരിക്കുന്നു. വാക്ക് തർക്കത്തിന് പിന്നാലെ കമ്പി വടി ഉപയോഗിച്ച് വിനോദിനെ രാജു തലയ്ക്കടിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ വിനോദിനെ താലൂക്ക് ആശുപത്രിയിൽ ഉടൻ തന്നെ ഇവരും ചേർന്ന് എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. പുലർച്ചെ പെയിന്റിംഗ് സാമഗ്രികൾ കൊണ്ടുവന്നയാളുടെ മുന്നിൽ വെച്ചായിരുന്നു ഇവർക്കിടയിൽ സംഘർഷമുണ്ടായത്. ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്ന് ഇയാൾ പോലീസിനോട് മൊഴി നൽകി. കൊല നടത്തിയ ശേഷം ഒളിവിൽ പോകാൻ ശ്രമിച്ച രാജുവിനെ ശാസ്താംകോട്ടയിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം. പെരിയകുളത്ത് നിന്നൊരു അപകട വാർത്ത വരികയാണ്. പെരിയകുളത്ത് ടൂറിസ്റ്റ് ബസ്സും കാറും കൂട്ടിയിടിച്ച് 3 മലയാളികൾ മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. കാർ യാത്രികരായ കോട്ടയം കുറുവിലങ്ങാട് പകലോമറ്റം ഗോവിന്ദപുരം കോളനി കാഞ്ഞിരാങ്കുഴി സോണി മോൻ, നമ്പൂശ്ശേരി കോളനി അമ്പലത്തുങ്കൽ ജോർജിൻ, പകലോമറ്റം കോയിക്കൽ ജെയിൻ തോമസ് എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഗോവിന്ദപുരം പുത്തൻകുന്നിൽ PG ഷാജി തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇന്ന് പുലർച്ചെ 5:30യോടെയായിരുന്നു അപകടമുണ്ടായത്. സുഹൃത്തുക്കളായ 4 പേരും വേളാങ്കണ്ണി തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. അപകടത്തിൽ ഇവർ സഞ്ചരിച്ചിരുന്ന കാർ പൂർണ്ണമായി തകർന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറും ബസ്സും മറിഞ്ഞു. 18 ബസ് യാത്രക്കാർക്കും പരിക്കേറ്റു. എയർക്കോടേക്ക് പോകുകയായിരുന്ന ബസ്സാണ് ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ടത്. അപകട വിവരം അറിഞ്ഞ് ബന്ധുക്കൾ തേനിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. കൊല്ലത്ത് നിന്ന് മറ്റൊരു ദുഃഖകരമായ വാർത്ത പുറത്തുവരുന്നു. കൊല്ലത്ത് കശുവണ്ടി ഫാക്ടറിയുടെ ചിമ്മിനി തകർന്ന് വീണ വിദ്യാർത്ഥി മരിച്ചു. ചാത്തനാകുളം പുത്തൻകുളങ്ങര സ്വദേശി അനന്തുവാണ് മരിച്ചത്. സുഹൃത്തുക്കളായ 6 പേരാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറിയിലെത്തിയത്. ചിമ്മിനി തകർന്നു വീണപ്പോൾ അനന്തു അതിനുള്ളിൽ അകപ്പെട്ടു. രാത്രിയോടെ തിരച്ചിൽ നടത്തി. പക്ഷേ അനന്തുവിന്റെ മൃതദേഹമാണ് കിട്ടിയത്. സംഭവത്തിൽ കിളിക്കൊല്ലൂർ പോലീസ് അന്വേഷണം തുടങ്ങി. കൊല്ലം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കുടുംബത്തിന് വിട്ടുനൽകി. അതേസമയം പത്തനംതിട്ട പുല്ലാട് മറ്റൊരു അപകടം ഉണ്ടായിരിക്കുന്നു. KSRTC ബസ് കാറിലിടിച്ച് ദമ്പതികൾ മരിച്ചു. സംഭവത്തിൽ ബസ് ഡ്രൈവർ നിജിലാൽ അറസ്റ്റിലായി. അപകടത്തിൽ മരിച്ച വെട്ടുമണ്ണിൽ VG രാജനെ കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. രാജന്റെ ഭാര്യ റീന രാജൻ ആശുപത്രിയിൽ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഇവരുടെ മകളും 3.5 വയസ്സുകാരിയെ കൊച്ചുമകൾ ചികിത്സയിലാണ്. പുല്ലാട് കനാൽ പാലത്തിന് സമീപം രാത്രി 9:20-നാണ് അപകടമുണ്ടായത്. തിരുവല്ലയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് വന്ന ബസ് വശം തെറ്റിച്ച് കനാൽ പാലത്തിന്റെ വലതുവശത്തുള്ള കൈവരിയിൽ തട്ടി. ഇവിടെ നിന്ന് നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വന്ന കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഉറാന്നി പഴവങ്ങാടി സ്വദേശികളായിരുന്നു കാറിലുണ്ടായിരുന്നത്. മരിച്ച വെട്ടുമണ്ണിൽ VG രാജനെ കാർ വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്തപ്പോഴേക്കും മരിച്ചിരുന്നു. തിരുവല്ലയിൽ നിന്നുള്ള അഗ്നിശമന സേനയും കോയിപ്രം SI S ഷൈജു നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.